അപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും സർജറി തന്നെ, എമർജൻസി ആയിട്ടെന്നല്ല, സർജറി തന്നെ വേണം. കാരണം അത്രയും വലിയ മുഴകളാണ് ഉള്ളത്, അത് ഓപ്പൺ സർജറി തന്നെ വേണം. ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അതായത് ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള തൈക്കാട് WNC ഹോസ്പിറ്റൽ. അവിടുത്തെ ഒരു സീനിയർ ഒരു ഗൈനക്കോളജിസ്റ്റ് മണിയമ്മ എന്ന് പറഞ്ഞ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്തായാലും സർജറി ഉടനെ വേണം, പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ സമയം മാർച്ചിൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് സർജറിക്ക് വേണ്ട തയ്യാറെടുപ്പും എല്ലാം ചെയ്യാൻ പറഞ്ഞു. എല്ലാ ടെസ്റ്റിന് വേണ്ടി എഴുതി തന്നു. ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ഞങ്ങൾ മാനസികമായിട്ട് പ്രിപ്പയറായി സർജറി ചെയ്യാമെന്ന് എന്നെ വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ സർജറിക്ക് അതിനുവേണ്ടി എല്ലാം റെഡിയായ ശേഷം ഡോക്ടറിനെ വീണ്ടും പോയി കണ്ടപ്പോഴാണ് ഡോക്ടർ പറയുന്നത് മാർച്ചിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയത് ജനുവരിയിലായിരുന്നു. എന്നിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ വന്നു. ഞങ്ങൾ വളരെ വിഷമത്തിരുന്ന സമയത്ത് ഒരു ഫ്രണ്ട്, സുജ എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് തന്നു. അപ്പം ഞങ്ങൾക്കൊരു കൃപാസനം അമ്മയുടെ ആ പത്രം വീണ്ടും കിട്ടിയപ്പോൾ, നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. വീണ്ടും അത് വന്നപ്പോൾ അമ്മ വീണ്ടും ഞങ്ങളെ വിളിക്കുന്നതായിട്ട് ഞങ്ങൾക്കത് ഒരു ഫീൽ ചെയ്തു. അപ്പോൾ ആ സുജയോട് ഞങ്ങൾ ചോദിച്ചു ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട്. അപ്പം സുജയോട് ഞങ്ങളെ വിഷമങ്ങളും പറഞ്ഞു, ഇങ്ങനെ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നു, ആകെ വിഷമത്തിലായിരുന്നു. അപ്പോൾ സുജ പറഞ്ഞു, കൃപാസന അമ്മയുടെ അടുത്ത് പോയി അവിടെ ഉടമ്പടി എടുത്തുനിന്ന് പ്രാർത്ഥിച്ച് നോക്ക്, ഉറപ്പായിട്ടും സർജറി കൂടാതെ അമ്മ പൂർണ്ണ സൗഖ്യം തരും, നിങ്ങളുടെ മറ്റെല്ലാ പ്രശ്നങ്ങളും അമ്മ പരിഹരിക്കും എന്ന് പറഞ്ഞു.